Welcome to my channel, dear students. ഇന്നിപ്പോൾ നമ്മളിവിടെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മൾ +2 കഴിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റുഡൻസ് വെറൈറ്റി ഓഫ് കോഴ്സസ് ചൂസ് ചെയ്യാറുണ്ട്. ചിലർ എഞ്ചിനീയറിംഗ്, ചിലർ ഡിഗ്രി കോഴ്സസ് സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോഴും ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുമ്പം ഫസ്റ്റ് ക്ലാസ്സുകളിൽ പിള്ളേർ നോർമലായിട്ട് പറയാറുണ്ട്, മാം ഞങ്ങൾക്ക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അറിയില്ല, ഞങ്ങൾക്ക് +2 ഞങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല. അങ്ങനത്തെ പരാതികൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ക്ലാസ്. അവർക്ക് ബേസിക്സ് നമുക്ക് ഇതിനകത്തിൽ കൂടെ പഠിക്കാൻ പറ്റും. സോ ഈ ഒരു പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെഫിനിഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് പഠിക്കും, ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കും, കമ്പ്യൂട്ടേഴ്സിന് 5 ജനറേഷൻസ് ഉണ്ട് അത് പഠിക്കും, ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് പഠിക്കും. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടൈപ്പ്, സൈസ് ആൻഡ് പർപ്പസ് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ്, ചാൾസ് ബാബേജ് ഈസ് കൺസിഡേർഡ് ടു ബി ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ. ചാൾസ് ബാബേജ് എന്ന് പറഞ്ഞ ആളിനെയാണ് നമ്മൾ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആയിട്ട് കണക്കാക്കുന്നത്. സോ ഡെഫിനിഷൻസ് ഞാൻ പറയാം. കമ്പ്യൂട്ടർ ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് for storing and processing data, typically in binary form, according to instructions given to it in a variable program. അതൊരു ഡെഫിനിഷനാണ് കമ്പ്യൂട്ടേഴ്സിൻ്റെ. സോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യാറുണ്ട്, നമ്മൾ അതിനകത്ത് കൊടുക്കുന്ന ഡേറ്റാസ് പ്രോസസ്സ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാറുണ്ട്. ടിപ്പിക്കലി ഇൻ ബൈനറി ഫോം, ബൈനറി നമ്പേഴ്സ്, അതായത് 0ഉം 1ഉം മാത്രമേ കമ്പ്യൂട്ടേഴ്സിന് മനസ്സിലാകത്തുള്ളൂ. അക്കോർഡിംഗ് ടു ഇൻസ്ട്രക്ഷൻസ് ഗിവൻ ടു ഇറ്റ് ഇൻ എ വേരിയബിൾ പ്രോഗ്രാം. അപ്പം നമ്മൾ എന്താണോ കൊടുക്കുന്നത് ബൈനറി ഫോമിൽ, നമ്മൾ കൊടുക്കുന്നതിനെ ബൈനറി ഫോമിൽ കൺവേർട്ട് ചെയ്തിട്ട് അതിനെ സ്റ്റോർ ചെയ്യും, അതിനെ പ്രോസസ്സ് ചെയ്യും, ആൻഡ് വി വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട്. ദിസ് ഇസ് എ ഡെഫിനിഷൻ ഫോർ കമ്പ്യൂട്ടേഴ്സ്. ഇനി വേറൊരു ഡെഫിനിഷൻ, a computer is a machine that can be instructed to carry out sequences of arithmetic or logical operations automatically via computer programming. ഇത് വേറൊരു ഡെഫിനിഷനാണ്. അതായത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൽ കൂടെ നമ്മൾ ആ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിൽ കൂടെ അരിത്മെറ്റിക് ആയാലും, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ അങ്ങനത്തേതായാലും, ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ് ട്രൂ, ഫോൾസ് അങ്ങനത്തെ എന്ത് കണക്കുകളായാലും നമ്മൾ അതിനെ സീക്വൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് കമ്പ്യൂട്ടർ. മൂന്നാമതൊരു ഡെഫിനിഷനും കൂടെ ഉണ്ട്. എ കമ്പ്യൂട്ടർ ഈസ് എ പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് ഡിവൈസ് ഡിസൈൻഡ് ടു ആക്സെപ്റ്റ് ഡേറ്റ, പെർഫോംഡ് പ്രിസ്ക്രൈബ്ഡ് മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് അറ്റ് ഹൈ സ്പീഡ് ആൻഡ് ഡിസ്പ്ലേ ദ റിസൾട്ട്സ് ഓഫ് ദീസ് ഓപ്പറേഷൻസ്. അതായത് വാട്ട് എവർ ഡേറ്റ വി ആർ ഗിവിംഗ്, നമ്മൾ എന്ത് തരം ഡേറ്റ കൊടുത്താലും അവരെ പെർഫോം ചെയ്ത് മാത്തമാറ്റിക്കൽ ആയാലും ലോജിക്കൽ ആയാലും ഏത് വിധത്തിൽ വേണോ അതനുസരിച്ച് ഹൈ സ്പീഡിൽ പെർഫോം ചെയ്ത് we will get the result. So these are the definitions for computer. Next is the characteristics of computers. So characteristics of computers, the main ആയിട്ട് speed is there, accuracy, diligence, versatility, reliability, automation and memory. ഇത്രയുമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഇപ്പോൾ നമ്മൾ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും 1 by 1 ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോവാണ്. ഫസ്റ്റ് വൺ ഇസ് സ്പീഡ്. നമുക്കറിയാം, നല്ല സ്പീഡിൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ആൻസർ തരുന്ന ഒരു ഇലക്ട്രോണിക് മെഷീനാണ് കമ്പ്യൂട്ടേഴ്സ്. അതിന് ഒരുപാട് കുറച്ച് സമയം മതി ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. So then a computer works with much higher speed and accuracy compared to humans while performing mathematical calculations. Computers can process millions of instructions in microseconds and nanoseconds. അത്ര ചെറിയ ടൈം കൊണ്ട് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ഔട്ട്പുട്ട് തരുന്ന ഒരു ഇലക്ട്രോണിക് മെഷീനാണ് കമ്പ്യൂട്ടർ. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ആക്യുറസി. Computers perform calculations with 100% accuracy. നമ്മൾ ഡെഫിനിഷനിൽ കണ്ടിരുന്നു. സോ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ഡിപെൻഡ് ചെയ്ത് ആക്യുറേറ്റ് ആയിട്ട് എപ്പോഴും ഔട്ട്പുട്ട് തരുന്ന ഒരു ഇലക്ട്രോണിക് മെഷീനാണ് കമ്പ്യൂട്ടേഴ്സ്. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡെലിഗൻസ്.
A computer can perform millions of tasks or calculations with the same consistency and accuracy. It does not feel any fatigue or lack of concentration. Its memory also makes it superior to that of human beings. അതായത് നമുക്കറിയാം ഈ ഒരു ഹ്യൂമൻ ബീയിങ് നമ്മൾക്ക് ഇപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മൾ മടുക്കും, നമുക്ക് ബുദ്ധിമുട്ട് തോന്നും ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ കോൺസെൻട്രേഷൻ പോകും. സോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും കമ്പ്യൂട്ടേഴ്സിന് ഉണ്ടാവാറില്ല. അടുത്തത് വേഴ്സാറ്റിലിറ്റി. വെർസറ്റൈൽ ആണിത്. എന്ത് കൊടുത്താലും നമുക്കത് ചെയ്തു തരും. അത് അരിത്തമാറ്റിക് മാത്രമേ ചെയ്യത്തുള്ളൂ, വേറൊന്നും ഞാൻ ചെയ്യില്ല, അങ്ങനൊന്നുമില്ല. എന്ത് കൊടുത്താലും ഇത് നമുക്ക് ചെയ്തു തരും. അതാണ് വെർസാറ്റിലിറ്റി റിഫേഴ്സ് ടു കപ്പാബിലിറ്റി ഓഫ് കമ്പ്യൂട്ടർ ടു പെർഫോം ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വർക്ക്സ് വിത്ത് സെയിം ആക്യുറസി ആൻഡ് എഫിഷ്യൻസി. അടുത്തത് റിലയബിലിറ്റി. റിലയബിൾ ആയിരിക്കും. അതായത് നമ്മൾ എപ്പം ഒരു കാര്യം എപ്പോഴും കൊടുത്താലും സെയിം ആൻസേഴ്സ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റുന്നതാണ്, റിലയബിൾ ആണ്. So a computer is reliable as it gives consistent result for similar set of data. That is, if we give same set of input any number of times, we will get the same result. നമ്മൾ ഒരേ സംഭവം തന്നെ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരേ ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് ഓട്ടോമേഷൻ. കമ്പ്യൂട്ടർ പെർഫോംസ് ഓൾ ദ ടാസ്ക് ഓട്ടോമാറ്റിക്കലി. ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളുടെ മാനുവൽ ഇടപെടലൊന്നും അതിനകത്തിൽ വേണ്ട. സോ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് മെമ്മറിയാണ്. മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്ഥലം. സോ കമ്പ്യൂട്ടേഴ്സിന് രണ്ട് തരം മെമ്മറി ഉണ്ട്, പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന പാർട്ടുകളിൽ പഠിക്കും. സോ പ്രൈമറി മെമ്മറി കമ്പ്യൂട്ടറിന്റെ അകത്ത് തന്നെ അറ്റാച്ച്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ബിൽറ്റ് ഇൻ മെമ്മറി എന്ന് പറയുന്നത്. സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ ഒരു CD നിങ്ങൾ ഇട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു പെൻ ഡ്രൈവ് കുത്തി കൊടുക്കുന്നു. സോ അതൊക്കെയാണ് സെക്കൻഡറി മെമ്മറി ഡിവൈസസ് എന്ന് പറയുന്നത്. സോ a computer has built-in memory called primary memory where it stores data. Secondary storage are removable devices such as CDs, pen drives, etc., which are also used to store the data. So ഇത്രയാണ് characteristics of computers. Next is 5 generations of computers. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എത്താൻ വേണ്ടിയിട്ട് 5 generations ആണ്. നമ്മളിപ്പം 5th ജനറേഷനിലാണ് നിൽക്കുന്നത്. സോ അത് ഓരോന്ന് കാണാം. സോ ഫസ്റ്റ് ജനറേഷൻ 1940 to 1956 ആണ്. അത് വാക്യൂം ട്യൂബ്സ് ആയിരുന്നു നമ്മൾ അന്നത്തെ ജനറേഷനിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് 56 to 63 സെക്കൻഡ് ജനറേഷൻ, അന്നേരം നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 64 to 71 is the third generation. അപ്പോൾ നമ്മൾ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിലോട്ട് മാറി. 72 to 2010 fourth generation ആണ്. മൈക്രോ പ്രോസസ്സേഴ്സിലോട്ട് നമ്മൾ മാറി. 2010 to present ഫിഫ്ത്ത് ജനറേഷൻ ആണ്. അപ്പോൾ നമ്മളിപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് 5 ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഇനിയിപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നോക്കാൻ പോവാം. So first generation computers, the period 1940 to 1956 roughly considered as the first generation of computer. The first generation computers were developed by using vacuum tube or thermionic valve machine. Vacuum tubes അല്ലെങ്കിൽ thermionic valve വെച്ചിട്ടായിരുന്നു നമ്മൾ അന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അന്ന് പറഞ്ഞാൽ വലിയ സൈസ് ആയിരുന്നു, ഒരുപാട് പവർ കൺസ്യൂം ചെയ്യുമായിരുന്നു, ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ ഇൻപുട്ട് ഓഫ് ദിസ് സിസ്റ്റം വാസ് ബേസ്ഡ് ഓൺ പഞ്ച് കാർഡ്സ് ആൻഡ് പേപ്പർ ടേപ്പ്, പഞ്ച്ഡ് കാർഡ്, അതൊക്കെ ഒരു ഇൻപുട്ട് മെത്തേഡാണ്. സോ അങ്ങനത്തെ ഇൻപുട്ടിൽ കൂടായിരുന്നു ഇവർ കാര്യങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഔട്ട്പുട്ട് വാസ് ഡിസ്പ്ലേഡ് ഓൺ പ്രിന്റ് ഔട്ട് ആയിട്ട് മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തുള്ളായിരുന്നു. സോ ഇതൊക്കെയായിരുന്നു ഫസ്റ്റ് ജനറേഷനകത്തിൽ ഉണ്ടായിരുന്നത്. അതുപോലെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വർക്ക്ഡ് ഓൺ ബൈനറി കോഡഡ് കൺസെപ്റ്റ്. 0യും 1ഉം മാത്രമേ അതിന് മനസ്സിലാവത്തുള്ളായിരുന്നു, ഇംഗ്ലീഷ് ഒന്നും കൊടുക്കാൻ പറ്റില്ലായിരുന്നു. സോ അതാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. സോ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വന്നിരിക്കുന്നത് ENIAC, EDVAC, അങ്ങനെ കുറെ ഉണ്ട്. ENIAC എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ, EDVAC ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടേഴ്സ്. സോ ഇതാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ ഒരു പടമാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് എന്ത് വലുതാ, ഒരു റൂം നിറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. സോ അതാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. വലിയ സൈസ് ആയിരുന്നു, ഒരുപാട് നമുക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ ഒരു ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന്റെ അകത്ത്. നെക്സ്റ്റ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്.
So in the period എന്ന് പറഞ്ഞാൽ 1956 to 1963 ആയിരുന്നു. Is roughly considered as a period of second generation computers. The second generation computers were developed by using transistor technology. നമുക്കറിയാം ട്രാൻസിസ്റ്റർ വരുമ്പോഴത്തേക്ക് നാച്ചുറലി സൈസ് വാക്യൂം ട്യൂബ്സിനെക്കാട്ടിലും കുറവായിരിക്കും. അപ്പോൾ അതിന്റെ മൊത്തത്തിലുള്ള ഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ സൈസും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. The size of the second generation was smaller. In comparison to computers of the first generation, computing time taken by the computers of the second generation was lesser. കുറച്ചും കൂടെ സ്പീഡായി, പവർ ജനറേഷൻ, പവർ കൺസംഷൻ കുറഞ്ഞു, ഹീറ്റ് പുറത്തോട്ട് പോകുന്ന ആ ഒരു അത് കുറഞ്ഞു. സോ അങ്ങനെ കുറെ ഇതിനകത്തിൽ പോസിറ്റീവ്സ് ഒക്കെ വന്നു. ഇതാണ് ഒരു സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. അപ്പൊ കുറച്ച് സൈസ് കുറച്ചും കൂടെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആണ്. അതിന്റെ ഡ്യൂറേഷൻ 1964 to 71 ആയിരുന്നു. സോ അതിനകത്തിൽ വന്നപ്പോഴത്തേക്കും ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്തു. അതാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് were developed by using integrated circuit technology. ഇപ്പൊ നാച്ചുറലി സൈസ് കുറഞ്ഞു, സ്പീഡ് കൂടി, പവർ കൺസംഷൻ കുറഞ്ഞു, ഹീറ്റ് ജനറേഷൻ കുറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ യൂസ് കുറച്ചും കൂടെ ഈസിയായി. സോ ഇതാണ് നമ്മുടെ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. കണ്ടോ, സൈസിൽ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനിയുള്ളത് ഫോർത്ത് ജനറേഷൻ ആണ്, 1972 to 2010. അതിൻ്റെ അകത്തില് ഡെവലപ്ഡ് ബൈ യൂസിങ് മൈക്രോ പ്രോസസർ ടെക്നോളജി. ഇപ്പൊ തന്നെ നമുക്കറിയാം വീണ്ടും സൈസ് കുറഞ്ഞിട്ടുണ്ട്, മൈക്രോ പ്രോസസറായി, കുറച്ചും കൂടെ ചിപ്പായി, എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ബോർഡിലാക്കി ആ രീതിയിലുള്ള generation ആണ് ഈ ഒരു fourth generation computers. So by coming to fourth generation, computers became very smaller in size, became portable, started generating very low amount of heat, much faster and accuracy, became more reliable, അതുപോലെ production cost also reduced. ഇതാണ് നമ്മുടെ fourth generation computers. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് fifth generation computersലാണ്. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു. സോ ലാസ്റ്റ് പോയിന്റ് കണ്ടാൽ അറിയാം, സം ഓഫ് ദ പോപ്പുലർ അഡ്വാൻസ് ടെക്നോളജീസ് ഓഫ് ദ ഫിഫ്ത് ജനറേഷൻ ഇൻക്ലൂഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടേഷൻ, നാനോ ടെക്നോളജി, പാരലൽ പ്രോസസ്സിംഗ്, അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വന്നപ്പോഴത്തേക്കും ആ ഒരു ജനറേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ അതിനകത്തിലാണ് റോബോട്ട്സ് ഒക്കെ വന്നിരിക്കുന്നത്. Okay, so this is all about generations of computers. So next is classification of computers. So classification by type is there, by size is there, by purpose is there. So by type ആവുമ്പോഴത്തേക്കും analog computer, digital computer and hybrid computer. Based on the size, it can be micro, mini, mainframe and super. By purpose, it can be general purpose and special purpose computers. So let's see one by one. According to data handling, data എങ്ങനെ ഉപയോഗിക്കുന്നു അതിന്റെ അനുസരിച്ച് 3 types, analog, digital and hybrid. ഇനി ഇത് ഓരോന്ന് നമുക്ക് നോക്കാം. So analog computers work on the principle of measuring, in which measurements obtained are translated into data. Modern analog computers usually employ electrical parameters such as voltages, resistances or currents to represent the quantities being manipulated. Such computers do not deal directly with the numbers. They measure continuous physical magnitudes. കണ്ടോ, കണ്ടിന്യൂസ് ഫിസിക്കൽ മാഗ്നിറ്റ്യൂഡ്സ് അത് വായിച്ചിട്ട് മെഷർ ചെയ്തിട്ട്, ഇപ്പൊ നമ്മൾ ECGയിലൊക്കെ കാണാറില്ലേ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫ്ലോ ആണ്, അത് മെഷർ ചെയ്ത് അതിനെ നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ അതേപോലാണ് അനലോഗ് കമ്പ്യൂട്ടേഴ്സും നമുക്ക് ചെയ്തു തരുന്നത്. നമ്പേഴ്സുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഒന്നും ഇല്ല, ഡീലിങ്സ് ഒന്നും ഇല്ല. Next is digital computers are those that operate with informations. അപ്പോൾ അവിടെ നമ്പേഴ്സ് വന്നു, ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്, ഡിജിറ്റ്സ് അവിടെ വന്നു, കണ്ടോ. സോ ന്യൂമറിക്കൽ ആയാലും എങ്ങനത്തെ ആയാലും ഡിജിറ്റ്സിന് അവിടെ ഇമ്പോർട്ടൻസ് വന്നു. Such computers process data into a digital value, that is zeros and ones. They give the results with more accuracy and at a faster rate. അതാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്. മൂന്നാമത്തേത് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ്. ഹൈബ്രിഡ് എന്താ, കോമ്പിനേഷൻ. ഇപ്പൊ നമുക്ക് മനസ്സിലായി അനലോഗും ഡിജിറ്റലും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഈ ഒരു ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് ബേസ്ഡ് ഓൺ ഡേറ്റ ഹാൻഡ്ലിംഗ് കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ബി
divided into analog, digital and hybrid. അടുത്തത് according to size വലിപ്പം അനുസരിച്ച് നമുക്ക് micro computer is there, mini computer, mainframe computer and super computer. ഇനി അത് നോക്കാം. Microcomputer is the smallest general purpose computer system. ചെറുതാണ്. Microcomputer is a computer whose CPU is a microprocessor. കണ്ടോ, microprocessor ചെറുതായിരിക്കും അപ്പോൾ അവിടെ. A microprocessor is a processor all of whose components are on a single integrated circuit chip. എല്ലാ കാര്യങ്ങളും എല്ലാ കമ്പോണന്റും ഒരു സിംഗിൾ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ് വന്നു കഴിയുമ്പോൾ അതാണ് ഒരു മൈക്രോ പ്രോസസർ. സോ അങ്ങനെയുള്ള മൈക്രോ പ്രോസസർ വെച്ച് ജനറേറ്റ് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറാണ് മൈക്രോ കമ്പ്യൂട്ടർ. അപ്പൊ നാച്ചുറലി അതിന്റെ സൈസ് കുറവായിരിക്കും. Personal computers are a kind of microcomputer. Personal computers are all called so because they are designed for personal use. PC. The types of microcomputers are desktop computer, laptop computer, palm-top computer, digital diary, notebooks, PDAs, etc. So, these are microcomputers. Other than mini computers. This is minimum sized computer. These are mid-range servers. Are more powerful computers and microcomputers in terms of processing power and capabilities. കുറച്ചും കൂടെ capability കൂടുതലുള്ളതായിരിക്കും mini computers. These are mainly multi-user systems. അതാണ് ഇവിടെ വ്യത്യാസം. Multi-user ആണ്. Simultaneous ആയിട്ട് many users at a time can use this type of systems. അതാണ് ഇതിന്റെ മെയിൻ. മൈക്രോ എന്ന് പറയുമ്പോഴത്തേക്കും സിംഗിൾ യൂസർ ആയിരുന്നു. മിനി എന്ന് പറയുമ്പോഴത്തേക്കും അത് അതിനകത്തിൽ മൾട്ടി യൂസർ ടെക്നോളജി വന്നു. അതിന്റെ എക്സാമ്പിൾസ് ആണ് PDP-11, VAX, 7500 Magnum. Next is mainframe computers. These are designed to handle huge volumes of data or information. ഒരുപാട് ഡേറ്റാസ് അല്ലെങ്കിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് യൂസ് ചെയ്യും. This can support more than 100 users at same time. അപ്പോൾ ഇതിൽ 100 users നമുക്ക് ഒരു സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു മൾട്ടി യൂസർ ടെക്നോളജിയാണ് മെയിൻ ഫ്രെയിമിനകത്തിൽ വന്നത്. So, അതിന്റെ main characteristics എന്ന് പറഞ്ഞാൽ run multiple programs concurrently, support many concurrent users, support new and legacy software, run many different kinds of operating systems, uninterrupted operation. അങ്ങനെ ഒരുപാടുണ്ട് ഇതിന്റെ characteristics. Multiple programs concurrent ആയിട്ട് run ചെയ്യാം, ഒരുപാട് usersനെ നമുക്ക് യൂസ് ചെയ്യാം, അവർക്ക് യൂസ് ചെയ്യാം, പിന്നെ new softwares സപ്പോർട്ട് ചെയ്യും, different kinds of operating systems ചെയ്യാൻ പറ്റും. കണ്ടോ, അതെല്ലാം കൂടെ സോ വരുന്ന ഒരു platform ആണ് mainframe computers. And examples ICL39, CDC6600, VAX 8842. So ഇതൊക്കെയാണ് അതിന്റെ examples. Next is supercomputers. Supercomputers are the most powerful computers among digital computers. Digital computers ile ഏറ്റവും powerful ആയിട്ടുള്ള computers ആണ് supercomputers. These consist of several processors running together, thereby making them immensely faster and powerful. ഒരുപാട് പ്രോസസ്സർ ഒരുമിച്ച് വർക്ക് ചെയ്ത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല പവർഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. These computers are capable of handling huge amounts of calculations that are beyond human capabilities. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് ഒരുമിച്ച് പെട്ടെന്ന് തന്നെ ചെയ്തു തരാൻ കഴിവുള്ളതാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ആപ്ലിക്കേഷൻസ് ആണ് വെതർ ഫോർകാസ്റ്റിംഗ്, ന്യൂക്ലിയർ സയൻസ് റിസർച്ച്, എയ്റോഡൈനാമിക് മോഡലിംഗ്, seismology, meteorology, അതെല്ലാമാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഏരിയാസ്. അതിന്റെ എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. CDC 205 കണ്ടോ, ഇതെല്ലാമാണ് ഇതിന്റെ എക്സാമ്പിൾസ്. സോ ഇത്രയാണ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ബേസ്ഡ് ഓൺ സൈസ്. സോ നെക്സ്റ്റ് ഇസ് അക്കോർഡിംഗ് ടു പർപ്പസ്, computers can be general purpose or specific purpose. ഇനി അത് നോക്കാം. General purpose computers are designed to perform a range of tasks. They have the ability to store numerous programs but lack in speed and efficiency. എന്തെങ്കിലും ഒരു particular ആയിട്ടുള്ള എല്ലാം ചെയ്തു തരും. അതാണ് general purpose computers. Next, specific purpose computers are designed to handle a specific problem or to perform a specific task. A set of instructions to build is built into the machine. ഇത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് സ്പെസിഫിക് പർപ്പസ് കമ്പ്യൂട്ടേഴ്സ്. സോ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഉള്ളത്. Hope the
portion is clear for you. നമ്മൾ generation, characteristics, what is a computer എന്നുള്ള basic കാര്യങ്ങൾ ഇതിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇത് ആക്ച്വലി പുതിയ ആളുകൾക്ക് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു ക്ലാസ് സൈക്കിളാണ് ഞാൻ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. സോ അതെല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നല്ല സുഖമായിട്ട് തന്നെ കമ്പ്യൂട്ടേഴ്സ് നിങ്ങൾക്ക് അങ്ങോട്ട് പഠിച്ചു പോകാൻ വേണ്ടി പറ്റും. ബേസിക് ഉണ്ടെങ്കിൽ ബാക്കി കിട്ടും. സോ ഇത്രയും ശ്രദ്ധിച്ച് ഇനിയുള്ള ക്ലാസ്സുകളും ശ്രദ്ധിച്ച് കേൾക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.